ഞാൻ വലിയ തിരക്കുള്ള മനുഷ്യനൊന്നുമല്ല, യാത്ര ചെയ്യുമ്പോൾ മാത്രം തിരക്കുള്ളൂ. ബാങ്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ മറ്റേ വീട്ടിലുള്ള ബാക്കിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബാങ്ക് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ നിശബ്ദരായിരിക്കണം. അത് പടച്ചോൻ ബാങ്കിനെ നമ്മൾ ആൻസർ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതായത് അത് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും സമയം അത് ആ ഒരു വീട്ടിൽ ബാക്കിയായിട്ട് പറയുകയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ ബാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നിശബ്ദനായിരിക്കും, മിണ്ടത്തില്ല. അപ്പോൾ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കാമെന്ന് പറയത്തുള്ളൂ. ദിവസത്തിലെ ഒരുപാട് നേരങ്ങൾ നമുക്ക് പടച്ചോൻ തരുന്നുണ്ട്. സംസാരിക്കാനും സല്ലപിക്കാനും പല കാര്യങ്ങൾക്ക് ഏർപ്പെടാനും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ജോലി ചെയ്യാനും പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് ബാങ്ക് വിളി പള്ളിയിൽ നിന്ന് ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാതെ ആ സമയത്ത് നമ്മൾ അലയ്ക്കാൻ പാടില്ല. ഞാൻ സത്യം പറയും ഇതൊക്കെ ഞാൻ ഇതാക്കുന്ന ഒരാളാണ്. ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാപ്പാടെ കണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. എൻ്റെ വാപ്പ അങ്ങനെയാണ്, ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കാറില്ല, ഭയങ്കര നിശബ്ദനാണ്. അപ്പം അതെല്ലാം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ചില ആളുകൾ ചോദിക്കും